മൈൽസ് ഫോർ ലൈഫ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 2. ഇനി ഞങ്ങളുടെ യാത്രയ്ക്ക് 73 ദിവസമാണുള്ളത്. സെപ്റ്റംബർ 12-നാണ് ഞങ്ങൾ 4 സുഹൃത്തുക്കളും ചേർന്നിട്ട് യാത്ര ആരംഭിക്കുന്നത്. ഡബ്ലിനിൽ നിന്ന് ഡൽഹി വരേക്ക് വിമാനത്തിലും അവിടുന്ന് അങ്ങോട്ട് കാശ്മീർ വഴി ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങളിലൂടെ 23 പ്രധാന നഗരങ്ങളും സന്ദർശിച്ചുകൊണ്ട് ഒക്ടോബർ 7-ന് തിരുവനന്തപുരത്തെ മാജിക് പ്ലാനറ്റിലുള്ള ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിലാണ് ഞങ്ങളുടെ യാത്ര അവസാനിപ്പിക്കുന്നത്. ഈ യാത്രയ്ക്ക് ഉള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ 4 പേരും. ഒരുക്കമെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഞങ്ങളുടെ യാത്രയുടെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാനും അതുവഴി ഐറിഷ് ക്യാൻസർ സൊസൈറ്റിക്കും ചങ്ങാതിക്കുട്ടം ചാരിറ്റബിൾ ട്രസ്റ്റിനും ഫണ്ട് സമാഹരിക്കാനുമുള്ള തീവ്ര ശ്രമത്തിലാണ് ഞങ്ങൾ 4 പേരും. ഞങ്ങളെ ഈ ഉദ്യമത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സന്മനസ്സുകൾക്കും 1000 നന്ദി. ഇന്നത്തെ ദിവസവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ചില കാര്യങ്ങൾ കൂടെ പറയാനാണ് ഈ വീഡിയോ ഇടുന്നത്. ഈയിടെ MN കാരശ്ശേരി മാഷിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. അപ്പോൾ അതിൽ അദ്ദേഹം കോഴിക്കോടിൻ്റെ നമുക്കും പലർക്കും അറിയാത്ത ഒരു വിശേഷണം കൂടെ പറയുകയുണ്ടായി. അതായത് സത്യസന്ധതയുടെ തുറമുഖം എന്നുള്ളൊരു വിശേഷണം കൂടെ കോഴിക്കോടിനുണ്ടെന്നാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത്. അതിന് കാരണമായിട്ടുള്ളൊരു കഥയും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ കഥ എങ്ങനെയാണ്, പണ്ട് മലബാർ പ്രദേശത്തേക്ക് കച്ചവടത്തിന് വരുന്ന അറബികളുടെ കയ്യിൽ പേർഷ്യൻ സുൽത്താൻ കുറേ ഭരണികൾ കൊടുത്തു വിട്ടു അത്രേ. ഭരണികളിൽ ഉള്ളിൽ സ്വർണം നിറച്ച് മുകളിൽ ഒലീവിൻ്റെ കായ മുകളിൽ വെച്ചിട്ടാണ് കൊടുത്തു വിട്ടത്. അപ്പോൾ ഈ ഭരണികളെല്ലാം തിരുവിതാംകൂറിലും കൊച്ചിയിലും കോഴിക്കോടുമുള്ള ആളുകളുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈ അറബികൾ പറഞ്ഞു, തിരിച്ചു വരുമ്പോൾ ഞങ്ങളത് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് അവരങ്ങനെ കച്ചവട ആവശ്യത്തിനായിട്ട് സിലോണിലേക്ക് പോയി. കച്ചവടത്തിൻ്റെ ആവശ്യം കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോൾ ഈ ഭരണികളെല്ലാം ആളുകളിൽ നിന്ന് തിരിച്ചു വാങ്ങി പേർഷ്യയിലോട്ട് പോയി. പേർഷ്യയിൽ പോയതിന് ശേഷം അവർ തുറന്നു നോക്കുമ്പോൾ ആണ് അവർക്ക് മനസ്സിലാകുന്നത്, കോഴിക്കോട്ടിൽ നിന്ന് വാങ്ങിയ ഭരണികളല്ലാത്ത ഭരണികളിലെല്ലാം തന്നെ ഒലിവ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതായത് തിരുവിതാംകൂറിലെ ആളുകളും കൊച്ചിയിലുള്ള ആളുകളും ഈ ഒലീവ് മാറ്റി അതിൽ സ്വർണം എടുത്ത് വീണ്ടും ഒലീവ് നിറച്ചിട്ടായിരുന്നു കൊടുത്തത്. എന്നാൽ കോഴിക്കോടുള്ള ആളുകൾ ഈ ഭരണി തുറന്നു പോലും നോക്കിയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. അന്ന് പേർഷ്യയിലെ സുൽത്താൻ പറഞ്ഞു, സത്യസന്ധരായ ആളുകളാണ് കോഴിക്കോടുള്ളത്, അതുകൊണ്ട് കോഴിക്കോടുകാരുമായിട്ട് മതി നമുക്ക് വാണിജ്യം എന്ന് പറഞ്ഞു എന്നും അങ്ങനെ കോഴിക്കോടുമായിട്ട് പേർഷ്യ വാണിജ്യം തുടങ്ങി എന്നുമാണ് കഥ. അങ്ങനെ നമ്മൾക്ക് അറിയാത്ത ഈ പല ദേശങ്ങളെക്കുറിച്ചും പല പല കഥകളും ഉണ്ട്. ആ കഥകളൂടെ അറിയാനാണ് നമ്മൾ ഈ യാത്രകൾ നടത്തുന്നത്. ഇന്ന് ജൂലൈ 2 നമ്മുടെ ഈ MN കാരശ്ശേരി മാഷിൻ്റെ ജന്മദിനമാണെന്ന്. അതേപോലെ തന്നെ ഖസാക്കിൻ്റെ ഇതിഹാസം രചിച്ച OV വിജയൻ്റെ ജന്മദിനം കൂടെയാണ്. ഈ യാത്രകളിലെ സൂചകങ്ങളെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ദിശാസൂചകങ്ങളാണ് ഗുരുതുല്യരായിട്ടുള്ള MN കാരശ്ശേരി മാഷിനെ പോലുള്ള ആളുകൾ. കാരശ്ശേരി മാഷിന് 1000 ജന്മദിന ആശംസകൾ നേരുന്നു. മൈൽസ് ഫോർ ലൈഫ്സിൻ്റെ യാത്രയിൽ നമ്മോടൊപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഒപ്പം ഉള്ള എല്ലാ നല്ലവരായ ആളുകൾക്കും സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഈ യാത്രയിലെ ഞങ്ങളുടെ സ്പോൺസേഴ്സ് ഓസ്കാർ ട്രാവൽസ്, പ്യുവർ ഹെൽത്തി ഫുഡ് മെയ്ഡ് സിമ്പിൾ, AIB ഐഡിയൽ സൊല്യൂഷൻസ്, സപ്പോർട്ടഡ് ബൈ നാടൻ ചായ, ഇൻക്രെഡിബിൾ ഇന്ത്യ, ജമ്മു ആൻഡ് കാശ്മീർ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. താങ്ക് യു വെരി മച്ച്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.